ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് തൊഴിലുറപ്പുണ്ട് കേട്ടോ. അപ്പോൾ തൊഴിലുറപ്പിന് പോകാൻ ഞാൻ രാവിലെ നേരത്തെ എണീച്ച് പണിയൊക്കെ ഒരുക്കാൻ വേണ്ടി 4:30-ക്ക് എണീച്ചിട്ടോ ചോറിന് തീ പിടിപ്പിച്ച് അരിയിട്ട് വേഗനായ ശേഷം കേട്ടോ വീഡിയോ എടുത്താൽ മതി എന്നൊരു ചിന്ത പോയത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം എനിക്ക് 10 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നോക്കിയപ്പോൾ കുറച്ച് സേമിയുണ്ട്, കുറച്ച് റവയുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാലും തയ്യില്ല, റവ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാലും തയ്യില്ല കേട്ടോ. അപ്പോൾ രണ്ടും പാടെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. എൻ്റെ ഇടയിൽ എൻ്റെ തക്കൂട് രാവിലെ നേരത്തെ എണീച്ചിട്ട് പോയി കേട്ടോ. പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വേണ്ട അമ്മ പഠിക്കാനുണ്ട് പറഞ്ഞിട്ട് അവൾ പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കട്ടൻ ചായ വെച്ച് ഞാൻ കുടിച്ചു. എൻ്റെ മക്കളൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സോയാബീൻ ആട്ടോ ഒന്ന് കറി. സോയാബീനും ചോറും തന്നെ ഉള്ളൂ കേട്ടോ, ഒറ്റ കറി തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ചോറും കറിയൊക്കെ ആയി. പിന്നെ അങ്ങനെ ഞാൻ കണ്ണനെ എണീപ്പിച്ച് കണ്ണന് ചായ കൊടുത്തു. പിന്നെ നമുക്ക് കുഞ്ഞാറ്റയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റിൻ്റെ ടിപ്പ് ബോക്സിൽ ചോറും സോയാബീനും ആക്കി കേട്ടോ. ഒറ്റ കറി തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 10 മണിക്ക് കഴിക്കുക ഉപ്പുമാവും പിന്നെ ചോറും സോയാബീനാട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ തോരനുണ്ടായിരുന്നു. തോരൻ എന്ന് പറയാൻ കിട്ടില്ല കേട്ടോ, പയറുപ്പേരി എന്നാട്ടോ ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ പയറുപ്പേരി വെച്ച കുറച്ച് പയറുപ്പേരിയും കടലക്കറി എല്ലാം കൂടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് ചൂടാക്കിയിട്ട് ഇവിടെ വെച്ച വെറുതെ കളയേണ്ടി വരുന്നുണ്ട്. ഞാൻ 10 മണിക്കല്ല കേട്ടോ, ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ മേലെ കുറച്ച് വെച്ചു കേട്ടോ, ചൂടാക്കിയിട്ട് വെച്ചു. പിന്നെ ചോറൊക്കെ ആക്കി നമ്മുടെ ഈ സെജ്ജിയിലാട്ടോ ഞാൻ കൊണ്ടുപോകാം. എൻ്റെ ബാഗാണ് കേട്ടോ, തൊഴിലുറപ്പിന് കൊണ്ടുപോകുന്ന ബാഗാണ്. പിന്നെ എൻ്റെ ബുക്കാണ് കേട്ടോ, തൊഴിൽ ബുക്കാണ്. ചായക്ക് നമ്മൾ 10 രൂപ, 4 മണിക്ക് ചായക്ക് 10 രൂപ വിരിക്കും കേട്ടോ. ചിലപ്പോൾ 10, ചിലപ്പോൾ 15 എന്നൊക്കെ. ഒറ്റക്കടി വേണ്ടവർക്ക് ഫസ്റ്റത്തെ ദിവസം 20 രൂപ പിരിച്ച് പറഞ്ഞാൽ പിറ്റത്തെ പ്രാവശ്യം 15 രൂപ ഒറ്റക്കടിക്ക് കേട്ടോ. നമ്മൾ 10 രൂപയ്ക്കുള്ള കേട്ടോ, 10 രൂപയ്ക്ക് ഉള്ളത് എന്താ അതാ മേടിക്കുള്ളൂ, കൂടുതലും ഇല്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ 10 രൂപ കൊടുത്ത് റസ് ചായയും കിട്ടും. ചിലപ്പോൾ അതിന് 2 റസ്കോ കടിയായിട്ട് എന്തെങ്കിലും, ചിലപ്പോൾ 2 റസ്കായിരിക്കാം, ചിലപ്പോൾ 2 ഉള്ളിവട, അങ്ങനെയൊക്കെ. നമ്മൾ ഈ 10 രൂപയ്ക്ക് എന്തോ ഒതുങ്ങി അതാട്ടോ ഞങ്ങൾ കുടിക്കുള്ളൂ. ഇനി കൂടുതലും ഇല്ല കേട്ടോ. 10 രൂപയ്ക്ക് എന്തോ ഒതുങ്ങി അതന്നെ കേട്ടോ ഞാൻ മേടിക്കുള്ളൂ. അപ്പോൾ ഇന്ന് 10 രൂപയ്ക്ക് 15 രൂപ എടുത്തിട്ടുണ്ട്. എന്തിനെങ്കിൽ വേണ്ട വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് 5 രൂപ എടുത്ത് ചായക്ക് 10 രൂപ കേട്ടോ. അങ്ങനെ 15 രൂപ എടുത്ത് ബാഗിൽ കുപ്പിയും വെള്ളമാക്കിയിട്ടോ, വെള്ളവും ചോറും ഒക്കെ ആക്കി വെച്ചിരിക്കുക കേട്ടോ. പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല, ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാട്ടോ. അപ്പം ഞാൻ മടാളാട്ടോ കൊണ്ടുപോകണം, കാട് വെട്ടാൻ വേണ്ടിയിട്ട് മടാള കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ കുഞ്ഞാറ്റിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റ് ഒരുങ്ങി വന്നു കേട്ടോ. അവൾക്ക് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തോളൂ. ഇപ്പോൾ നേരത്തെ കഴിച്ചിട്ട് പോകണില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാട്ടോ കഴിച്ചത്. അത് സോയാബീൻ ആയതുകൊണ്ട് കഴിച്ചതാട്ടോ. അവൾക്ക് ഇഷ്ടമാട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും സോയാബീൻ ഇഷ്ടമാട്ടോ. കണ്ണനും കുഞ്ഞാറ്റയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടത്. അങ്ങനെ പിന്നെ ചോറൊക്കെ അവളെ പാത്രത്തിൽ അവളെ റെഡിയാക്കി അവൾ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. 5 മിനിറ്റ് നേരത്തെ ആയിട്ട് അവൾ റെഡിയായത്. അപ്പോൾ 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ടി വി കണ്ടുകൊണ്ട് കണ്ണൻ്റെ കൂടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ പോകാൻ വേണ്ടി ചെരുപ്പിടുക കേട്ടോ. പിന്നെ അവൾ പോയിട്ട് വന്നു കേട്ടോ. പണിയൊക്കെ മിറ്റം അടിക്കണം, തിരുമ്പണം, ഇനിയാണ് പാത്രം കഴുകണം. പണിയോട് പണിയാകും കേട്ടോ. ഇനിയൊരു പൊരിച്ചലാട്ടോ, പോണ വറ്റം പൊരിയണം കേട്ടോ, എന്നാലേ പണിയൊക്കെ ഒരുങ്ങിയിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുഞ്ഞാറ്റ് പോയപ്പോൾ ഞാൻ വേഗം പോയി തിരുമ്പി കഴിഞ്ഞ് പറഞ്ഞാൽ സമാധാനമായല്ലോ, തിരുമ്പണ്ടല്ലോ, എന്നിട്ടോ മിറ്റടിക്കണുള്ളൂ, സമയമില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടേ. അങ്ങനെ വേഗം തിരുമ്പിക്കഴിഞ്ഞ് വന്ന് വേഗം ഞാൻ ചൂലെടുത്ത് മിറ്റടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. മിറ്റടിക്കാൻ 4 പുറം അടിക്കുമ്പോൾ തന്നെ ഒരു സമയം പിടിക്കും. അങ്ങനെ ഞാൻ വേഗം ചെറുപറേ പറഞ്ഞിട്ട് പണിയെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ സമയം നേരം വെളുത്ത സമയം പോണ വഴി അറിയില്ല കേട്ടോ. പോണ പറ്റും ഓട്ടത്തോടെ ഓട്ടമാകും കേട്ടോ. പണിസ്ഥലം എത്തണ വരെ ഓടണം കേട്ടോ. കാരണം വീടുത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് പോകുമ്പോൾ തന്നെ സമയം പിടിക്കുകയാണ്. അങ്ങനെ മിറ്റടി കഴിഞ്ഞ് ഞാൻ ഉള്ളൊക്കെ അടിച്ചു ഒരു തുടച്ച് കഴിഞ്ഞപ്പോഴേക്ക് സമയം 8:22 വേഗം ഓടിപ്പോയി കുളിച്ച് കഴിഞ്ഞപ്പോൾ കണ്ണന് ചോറ് കൊടുക്കണ്ടേ. കണ്ണനാണ് പറഞ്ഞ ഒരേ ഭാഷ, എനിക്കിപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരേ ഭാഷ കേട്ടോ. അപ്പോൾ കണ്ണ അമ്മ പോയി എൻ്റെ കുട്ടി ഭക്ഷണം ഇരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, എൻ്റെ കുട്ടി ചോറിന് ആരും വാരി തരില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഓരോന്ന് പറഞ്ഞ് ഞാൻ ചോറ് വാരി കൊടുത്തു കേട്ടോ. അവരെ നോക്കാൻ അനിയൻ്റെ ഭാര്യ ഉണ്ട് കേട്ടോ, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഉച്ചയ്ക്ക് വന്ന് ചോറൊക്കെ കൊടുക്കും കേട്ടോ.